ഹായ് ഹലോ എല്ലാവർക്കും സ്മൈൽ വിത്ത് ജോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ചപ്പാത്തിക്കും പൂരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന രാജ്മ കറിയുടെ റെസിപ്പിയാണ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അങ്ങനെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള രാജ്മ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്ത ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. ഇനി കുക്കറിൽ 3 വിസിൽ വന്നിട്ട് വേണം ഓഫ് ചെയ്യാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് മസാലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണയിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്. 2 വലിപ്പമുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തു. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ. ഈ ഒരു കറിക്ക് സവോള നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ എത്തുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരില്ല. അങ്ങനെ സവോള നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറിയ ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ഇങ്ങനെ മാറ്റിയ ശേഷം വീണ്ടും പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ച ശേഷം വേണം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചതച്ചെടുത്തു. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മൂത്ത് വന്ന ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഈ ഒരു സമയത്താണ് ടൊമാറ്റോ പൂരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 3 ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുവാണ് ഒരു 5 മിനിറ്റ്. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് പൗഡേഴ്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂൺ എന്നുള്ള അളവിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എന്നുള്ള അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുവാണ്. അങ്ങനെ ഈ പൗഡേഴ്സിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറിയ ശേഷം ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന സവോള ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റാണ്. ഇനി ഇതെല്ലാം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്ന് തുടങ്ങി. ഇനിയാണ് രാജ്മ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ രാജ്മയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റിച്ച് പ്രോട്ടീനാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡാണ്. മാത്രമല്ല ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്. ഇത് കൂടാതെ ധാരാളം അയൺ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നല്ലൊരു ഫുഡ് ഐറ്റമാണ് ഈ രാജ്മ. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഈ രാജ്മയ്ക്കകത്ത് മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതിനായിട്ടാണ്. ഇനി ലാസ്റ്റായിട്ടാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറിക്കകത്ത്. കാരണം ആ ഒരു മസാലയുടെ കൂട്ടിനൊപ്പം ഈ ഒരു ഗരം മസാല ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടില്ല. അതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത്. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കസൂരി മേത്തി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.